ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഇന്ന് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ദം പൊറാട്ട, എല്ലാവർക്കും കഴിക്കാൻ കൊതിയാവുന്ന ദം പൊറാട്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സവാള ഒന്ന് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതിൻ്റെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് അത് കുറച്ച് നേരം വറുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നല്ല ചുവന്ന കളറാക്കാനോ ഒന്നും കൂടി ശ്രദ്ധിക്കുക. കാരണം നമ്മളിതിൽ എപ്പോഴും കാണുന്ന ചിക്കൻ നല്ല റെഡ് കളറിലായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി ഭംഗിക്കും, നമുക്കൊന്നും കൂടി ടേസ്റ്റിനും അതാണ് നല്ലത്. ഇനി നമുക്ക് ഇപ്പോൾ ചിക്കനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. കാരണം നമുക്കിതൊന്ന് ദമ്മാക്കിയിട്ട് ഒന്നും കൂടെ നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ നല്ല ഫ്രൈ ആവണമെന്നില്ല. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനാണ്, ബീഫിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനാണ്. എന്നിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറ് മാറോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് അത് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ പേസ്റ്റ് ഒന്നിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്ന് നമുക്കൊരു കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാവരുത്, ഇതൊരു തിക്ക് ഗ്രേവി പോലെ ആവണം. അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ നമ്മളുടെ ദം പൊറാട്ടയ്ക്കുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഒരു മൺചട്ടിയിൽ ഒരു വാഴയില ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം നമ്മുടെ ഗ്രേവിയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പൊറാട്ട അതിന് മേലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതുപോലെ ഗ്രേവി എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ പൊരിച്ച് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പൊറാട്ട വെച്ച് കൊടുക്കുകയാണ്. അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഗ്രേവി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലെടുത്ത് പരത്തിയതിന് ശേഷം
നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഒരു 4 പീസ് നമ്മളിങ്ങനെ കുറച്ച് പരത്തിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത പൊറോട്ട വെക്കുക. എന്നിട്ട് ഇതുപോലത്തെ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം അതിൻ്റെ ഗ്രേവി എടുക്കാം, എന്നിട്ട് അങ്ങനെ പരത്തിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ലെയർ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ പൊറോട്ട വെച്ചു, വീണ്ടും നമ്മൾ ഗ്രേവി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മല്ലിയിലയും ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ടോപ്പ് ലെയർ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു മുട്ട നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തത് അതും ഇതുപോലെ ഇങ്ങനെ ഒരു ഹാഫ് ആക്കിയിട്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെക്കുന്ന രീതിയിൽ വെക്കാം, അതും നമ്മൾ വെക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ സാധാരണ ഉള്ളിലുള്ള ഫില്ലിങ്സിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ടോപ്പ് ഇതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ആയിരിക്കണം, ഒരിക്കലും പൊറോട്ട അല്ല വരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ടൊരു നൂല് കൊണ്ടോ അല്ലെങ്കിൽ വാഴയിലൻ്റെ അതിൻ്റെ ആ നാര് കൊണ്ടോ ഒന്ന് നന്നായിട്ട് കെട്ടിയിട്ട് നല്ല ടൈറ്റിൽ കെട്ടിയിട്ട് എടുക്കാം. ഇനി നമുക്കതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. കൂടുതലായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ദം പൊറാട്ട. എല്ലാവർക്കും കഴിക്കാൻ കൊതിയാവുന്ന അത്രക്കും ടേസ്റ്റ് ഉള്ളതാണ് ഈ ദം പൊറാട്ട. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.